24 കൗണ്ടിംഗ് ഡേ മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ. പെരിയ ഇരട്ടക്കൊലപാതക കേസ് പ്രതിയുടെ മകന്റെ വിവാഹത്തിൽ പങ്കെടുത്ത സംഭവത്തിൽ നേതാക്കൾക്ക് ഗുരുതര വീഴ്ച പറ്റിയെന്ന് അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട്. കോൺഗ്രസ് പാർട്ടിയിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ് സംഭവിച്ചത് എന്നാണ് റിപ്പോർട്ടിൽ പരാമർശം. റിപ്പോർട്ട് ഉടൻ KPCC അധ്യക്ഷന് കൈമാറും. അരുൺ പാറക്കലുണ്ട് ഇപ്പോൾ കാസർഗോഡ്. അരുൺ, എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ഈ റിപ്പോർട്ടിൽ? അരുൺ, ഉന്മേഷ, ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ KPCC സംസ്ഥാന ജനറൽ സെക്രട്ടറി PM നിയാസും അതുപോലെ തന്നെ KPCC രാഷ്ട്രീയകാര്യ അധ്യക്ഷൻ N സുബ്രഹ്മണ്യനും കാസർകോട്ടേക്ക് എത്തിയത്. തുടർന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP-യുമായും അതുപോലെ തന്നെ DCC പ്രസിഡന്റ് PK ഫൈസലുമായും വിശദമായ ചർച്ച നടത്തി. ഇതിനുശേഷമാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ കൂടി വികാരം മനസ്സിലാക്കിക്കൊണ്ട് റിപ്പോർട്ട് തയ്യാറാക്കിയത്. എന്തായാലും പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നത് ഗുരുതരമായ വീഴ്ച, ബാലകൃഷ്ണൻ പെരിയ ഉൾപ്പെടെയുള്ള KPCC ജനറൽ സെക്രട്ടറിക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചു. ഈ വിവാഹത്തിൽ പങ്കെടുക്കാൻ ഒരു കാരണവശാലും പാടില്ലായിരുന്നു. കോൺഗ്രസ് പാർട്ടിക്ക് തന്നെ ദോഷമുണ്ടാക്കുന്ന രീതിയിലാണ് പ്രവർത്തനം. എന്തായാലും ശരത് ലാലിൻ്റെയും കൃപേഷിൻ്റെയും മാതാപിതാക്കളെ ഈ KPCC നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം കാണുമെന്നും അറിയിച്ചിട്ടുണ്ട്. കൃത്യമായ വീഴ്ച ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഈ സംഘത്തിൻ്റെ മുന്നോട്ടുള്ള നടപടി എന്തായാലും ഉണ്ടാവുന്നത്. KPCC പ്രസിഡന്റ് K സുധാകരന് ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകും. എന്തായാലും ഗുരുതര വീഴ്ച ഇക്കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നു. ഇതിൽ കൃത്യമായൊരു നിലപാട് അവർക്ക് ഉണ്ടായിരുന്നില്ല. ഈ വിവാഹത്തിൽ പോകാൻ പാടില്ലായിരുന്നു എന്നാണ് പാർട്ടി തീരുമാനം. പക്ഷേ ആ പാർട്ടി തീരുമാനം പോലും ഈ KPCC സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ അംഗീകരിച്ചില്ല എന്ന കണ്ടെത്തലാണ് ഇപ്പോൾ KPCC നിയോഗിച്ച പ്രത്യേക അന്വേഷണ സമിതിയുടേത്. ആ റിപ്പോർട്ട് ഉടൻ തന്നെ കൈമാറുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷവും അവർ ഇവിടെ തന്നെയുണ്ട്. അതായത് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിലുള്ള അന്വേഷണ സമിതിയിലുള്ള ആളുകൾ ഈ കാസർഗോഡ് ജില്ലയിൽ തന്നെയുണ്ട്. കൂടുതൽ പ്രവർത്തകരുമായി അവർ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യും. പ്രവർത്തകരുടെ വികാരങ്ങളൊക്കെ തന്നെ ഉൾക്കൊള്ളും. അതിനുശേഷം അതിന്റെ അടിസ്ഥാനത്തിൽ ഈ റിപ്പോർട്ട് കൈമാറുകയും ചെയ്യും. പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്, വിഷു ബമ്പർ ലൈവ് ടെലികാസ്റ്റിംഗ് ഉണ്ടോ എന്നുള്ളത്. മുഴുവൻ സമയ ടെലികാസ്റ്റിംഗ് എന്നുള്ള നിലയ്ക്കല്ല, പക്ഷേ ആ ഒന്നാം സമ്മാനം, ആ ബമ്പർ, അതൊക്കെ കൃത്യമായി നറുക്കെടുക്കുന്നത് പ്രേക്ഷകരിലേക്ക് തത്സമയം തന്നെ 24-ഉം എത്തിക്കും. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.